നമസ്തേ. ശരണം വിളിയോടുകൂടി അയ്യന്റെ ശ്രീകോവിൽ നട തുറന്നു. ശബരിമല സന്നിധിയിൽ ദർശന സൗഭാഗ്യം തേടിയെത്തിയവർ നിറഞ്ഞ മനസ്സോടുകൂടി അയ്യനെ തൊഴുതു. ഇനി മകരവിളക്ക് കഴിഞ്ഞ് നടയടയ്ക്കും വരെ ശരണമന്ത്ര മുഖരിതമാകും അയ്യപ്പ സന്നിധി. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് നട തുറന്നപ്പോൾ ശരണം വിളികളാൽ സന്നിധാനം നിറഞ്ഞു. തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്നത്. വെള്ളിയാഴ്ച പൂജകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പുതിയ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി ശനിയാഴ്ച നട തുറന്നു. മാളികപ്പുറം മേൽശാന്തി PG മുരളി മാളികപ്പുറത്ത് വെള്ളിയാഴ്ച നട തുറന്നു. പുതിയ മേൽശാന്തി T വാസുദേവൻ നമ്പൂതിരിയാണ് ശനിയാഴ്ച നട തുറന്നത്. 18-ാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിയിച്ചതോടെ 18-ാം പടി ഭക്തർക്കായി തുറന്ന് കൊടുത്തു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരെ ഉച്ചയോടുകൂടി പമ്പയിൽ നിന്ന് കടത്തിവിട്ടു. 2:25-ന് ആദ്യ സംഘം വലിയ നടപ്പന്തലിൽ എത്തി. ഈ വർഷത്തെ തീർത്ഥാടന കാലം ഭംഗിയായി പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും സർക്കാരും പൂർത്തിയാക്കിയതായി ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. അതിനുവേണ്ടിയുള്ള കാലകൂട്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിരുന്നു. അത് പൊതുവെ ഫലം കണ്ട സ്ഥിതിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാ സ്ഥലത്തും പരിശോധിച്ചത് കാണാനിടവന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 52 ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിച്ചേർന്നതാണ് പൊതുവായിട്ടുള്ള കണക്ക്. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവസം 70,000 വെർച്വൽ ക്യൂ നമ്മൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. താൽക്കാലികമായി വരുന്നവർക്കിനെയും തിരിച്ചയക്കാതെ അവർക്കും ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഒപ്പം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വർഷത്തേക്കാൾ വിപുലീകരിക്കപ്പെട്ടു. അത് പാർക്കിംഗ് സംവിധാനമായിരുന്നാലും യാത്രാ സൗകര്യമായിരുന്നാലും വൈദ്യസഹായമായിരുന്നാലും വോളണ്ടിയേഴ്സിൻ്റെ സേവനമായിരുന്നാലും ഇതെല്ലാം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കുറ്റമറ്റതാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരിച്ചെന്ന് തുറന്നു. സന്നിധാനത്തിൽ 54 പേർ താമസിക്കാവുന്ന ഗസ്റ്റ് ഹൗസ് തുറന്നു. പമ്പയിൽ ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പന്തൽ 3000-ഓളം ആൾക്ക് വിരിവിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ നിലയ്ക്കൽ 17,000 സ്ക്വയർ ഫീറ്റിൽ 2,500 പേർക്ക് വിരിവിക്കാൻ കഴിയുന്ന പന്തലുണ്ടാക്കി. സന്നിധാനത്തിൽ ഏതാണ്ട് 5,000-ൽ പരം ആളുകൾക്ക് പുതിയതായി മഴ നനയാതെ വെയിലുള്ള ക്യൂ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദാഹജലവും ലഘുഭക്ഷണവും ഒക്കെ വഴിഞ്ഞില കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. എവിടെയെങ്കിലും ഏതെങ്കിലും ഭക്ഷണ വിഷമം വന്നാൽ അവരെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കാനലപാതയിൽ 132-ഓളം കേന്ദ്രങ്ങൾ വിശ്രമ കേന്ദ്രങ്ങളായി മാറ്റിയിട്ടുണ്ട്. അവിടെ ലഘുഭക്ഷണവും മറ്റ് വെള്ളവും കൊടുക്കാനുള്ള സൗകര്യങ്ങൾ. എവിടെയെങ്കിലും സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ അവിടെയെല്ലാം ആൻറ്റി സ്നേക്ക് വെനം കരുതിയിട്ടുണ്ട്. ഇതെല്ലാം ഈ പ്രാവശ്യത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു കുറവും വരുത്താതെ ഭക്തരെ സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ പൊതുവെ ഞങ്ങൾ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ക്രമീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഇന്ന് ഭക്തർ സംതൃപ്തിയോടുകൂടി പമ്പയിലൊക്കെ എത്തിച്ചേർന്നപ്പോൾ അവർ വളരെ ആഹ്ലാദത്തോടുകൂടി പുതിയ സംവിധാനം സ്വീകരിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഈ മാറ്റങ്ങൾ ഞങ്ങൾക്ക് സഹായകരമായി എന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കാണുന്നു. സാർ, ഈ ശബരിമല മാസ്റ്റർ പ്ലാനെ പറ്റി സംസാരിച്ചു. നമ്മുടെ റോപ്പ്വേൻ്റെ എന്താണ് അതിൻ്റെ ഒരു പുതിയ റോപ്പ്വേ? ഞങ്ങൾ അത് കുരുക്കിൽ കിടക്കുകയായിരുന്നു. അതിൻ്റെ 17 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആശയമാണ്. ആ ആശയം വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായ ഫയൽ ഒരുങ്ങിക്കിടക്കുന്നു. അത് ഈ അടുത്ത കാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കൊണ്ട് ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഞങ്ങൾ 3 കൂട്ടരും ചേർന്ന ഒരു യോഗത്തിൽ അതിൻ്റെ കുരുക്കഴിക്കാൻ തീരുമാനിച്ചു. 4ഓളം മീറ്റിംഗ് ഞങ്ങൾ സംയുക്തമായിട്ട് നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി ഏറ്റവും അവസാനം ഇതിന് വനം ഭൂമി എത്ര എടുക്കുമോ അത്രയും റവന്യൂ ഭൂമി കൊടുക്കാൻ തീരുമാനമായി. കൊല്ലം ജില്ലയിൽ കൊടുക്കാനുള്ള തീരുമാനമായി. ഇന്ന് അതിൻ്റെ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ നട തുറക്കുകയാണെന്നത് മാറ്റിവെച്ച് 21-ാം തീയതി റവന്യൂ വകുപ്പ് വനം വകുപ്പിന് ആ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യും. അതോടുകൂടി ആ കരാർ ധാരണയാക്കിയിട്ട് റോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുമ്പെടുത്ത തീരുമാനം ഈ മണ്ഡല കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തുടങ്ങി വെക്കും. അത് പുതിയ നീക്കമായിരിക്കും. അത് ഇപ്പോഴത്തെ ഈ വലിയ രൂപത്തിലുള്ള ട്രാക്ടറിൻ്റെ ഓട്ടവും അതോടൊപ്പം തന്നെ റോഡിൽ ചുവന്നുകൊണ്ടുള്ള വരവുമൊക്കെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം വരികയാണ്. അത് ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ ഒരു പ്രയാധിക്കുള്ള ഭക്തന്മാരെയും അസുഖം ബാധിച്ചവരെയും റോപ്പ് വേ വഴി വരാനും ഒപ്പം ഈ ചരക്ക് ഗതാഗതം മുഴുവൻ റോപ്പ് വേ വഴിയാണ്.
നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നതോടുകൂടി ഇവിടുത്തെ പൊല്യൂഷൻ വരെ നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു വർഷത്തിനുള്ളിൽ നിശ്ചയമായി അത് BOT അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്രമീകരണം വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂർണ്ണമായും നവീകരിച്ച സന്നിധാനത്തെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ശബരി ഗസ്റ്റ് ഹൌസിന്റെയും പമ്പയിലെ വിഘ്നേശ്വര ഗസ്റ്റ് ഹൌസിന്റെയും ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇത്തവണത്തെ വിപുലവും വിശാലവുമായ സാഹചര്യങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ 8000 വാഹനങ്ങൾക്കുണ്ടായിരുന്ന പാർക്കിംഗ് സൗകര്യം 10000 ആക്കി വർദ്ധിപ്പിച്ചു. നിലയ്ക്കലിൽ തന്നെ 17000 ചതുരശ്ര അടി പന്തൽ നിർമ്മിച്ച് 2700 പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യവും ഒരുക്കി. നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തും കിടത്തി ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രിയും പ്രവർത്തിച്ചു തുടങ്ങി. ഭക്തജനങ്ങൾക്ക് വെള്ളം, ലഘുഭക്ഷണം എന്നിവ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മരക്കൂട്ടത്തിൽ നിന്ന് കയറുമ്പോൾ വിശ്രമിക്കുവാനായി 1000 പേർക്കുള്ള സ്റ്റീൽ കസേരയും തയ്യാറാകുന്നുണ്ട്. കാനനപാതയിൽ 132 കേന്ദ്രങ്ങളിൽ വിശ്രമിക്കാനും കുടിവെള്ളം നൽകാനുമുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല ഗസ്റ്റ് ഹൌസ് 54 മുറികളുടെ ആധുനിക സൗകര്യങ്ങളുമായാണ് പുനരുദ്ധരിച്ചിട്ടുള്ളത്. സന്നിധാനത്ത് പരമാവധി ഭക്തർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. 40 ലക്ഷം അരവണ ടിന്നുകൾ ബഫർ സ്റ്റോക്ക് ആക്കി സൂക്ഷിക്കാനും ദേവസ്വം ബോർഡ് ഇത്തവണ ശ്രദ്ധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം മണ്ഡല മകരവിളക്ക് കാലത്ത് മാധ്യമ ഏകോപനത്തിനും സഹായത്തിനും പ്രചരണത്തിനുമായി സംസ്ഥാന സർക്കാരിന്റെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള മീഡിയ സെന്റർ സന്നിധാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ദേവസ്വം ബോർഡുമായി ചേർന്ന് ആരംഭിച്ച മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനവും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. കേരള എക്സൈസ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ശബരിമല പൂങ്കാവന പ്രദേശം ലഹരിമുക്തമാണെന്ന മുന്നറിയിപ്പ് ഫലകങ്ങളും സ്ഥാപിച്ചു. വളരെ ബൃഹത്തായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടിയാണ് പോലീസ് സംഘം ഇവിടെയുള്ളത്. ഏകദേശം ഒരു 14000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ 4-5 ഫേസുകളായിട്ട് നമ്മൾ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 700-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ ആദ്യം വരുന്ന ആളുകൾക്ക് കൊടുക്കാനും പിന്നെ അവശരും പ്രായവാധികമുള്ളവരും കുട്ടികളുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കാനും സെൽഫ് ഡ്രിവൺ വെഹിക്കിൾസിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലയ്ക്കൽ വെച്ച് തന്നെ അവർക്ക് എവിടെയാണ് പാർക്കിംഗ് എന്നുള്ള അവരെ അറിയിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ അവിടെ പോയി പാർക്ക് ചെയ്ത് എന്തു തന്നെയാണെങ്കിലും ചെറുവാഹനങ്ങൾ മാത്രമേ, അതും ഫാസ്റ്റാഗുള്ള വാഹനങ്ങൾ മാത്രമേ പമ്പയിൽ അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി ഭക്തജനങ്ങൾ പാലിക്കണം. പലപ്പോഴും വരുന്നൊരു ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഓൺലൈൻ ബുക്കിംഗ് വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം ഈ കൂപ്പണിൽ കിട്ടിക്കഴിയുന്ന ഭക്തൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ കൃത്യം ആ സമയത്ത് എനിക്ക് ദർശനം കിട്ടുമെന്നാണ്. നമ്മൾ ആ തരുന്ന സമയം ഒരു ടെൻറ്റേറ്റീവായിട്ടുള്ള സമയമാണ്. ഇവിടുത്തെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആചാരപരമായിട്ടുള്ള പൂജകളുടെയൊക്കെ പ്രത്യേകതകളുണ്ട് ചിലപ്പോൾ ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അതിന് സഹകരിച്ചിട്ട് ഒരു വിൻഡോ സമയം ഇട്ടിട്ട് വേണം എല്ലാവരും വരാൻ. 6 to 8 എന്ന് പറയുന്നൊരു സ്ലോട്ട് ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൃത്യമായി വന്ന് എനിക്ക് തൊഴാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആരും വരരുത്. ഈ തീർത്ഥാടന കാലത്ത് എല്ലാവർക്കും സുഗമമായ സുഖദർശനം സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഈ ഉദ്യമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹകരണം എല്ലാവരും തരണമെന്ന് ഇത്തരുണത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്.